മട്ടൻ വിഭവങ്ങളിൽ മട്ടൻ പെരട്ടുണ്ടാക്കുന്നതും മട്ടൻ മസാല ഉണ്ടാക്കുന്നതും കാഴ്ചകൾ നമ്മൾ അവിടെ പോയി കണ്ടിരുന്നു. നല്ല രസമായിരുന്നു. ഉണ്ടാക്കുന്ന കാഴ്ച കാണാനും നല്ല രസമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം രുചികളും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന നല്ല രുചികളായിരുന്നു. നമസ്കാരം. അങ്ങനെ നമ്മുടെ 2021 ക്രിസ്മസും കഴിഞ്ഞു. ഇനിയിപ്പം 2021 നമ്മൾ വിട പറഞ്ഞ് 2022 കയറാണ്. വളരെ പോസിറ്റീവായിട്ട് 2022 നമ്മൾ കാണാം. ഒത്തിരി പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് നടന്നു കയറാം. പക്ഷേ 2021 നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. 2021 ഒത്തിരി യാത്രകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ 2020 അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല യാത്രകൾ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ കുറച്ച് നല്ല രുചികളും ആസ്വദിക്കാൻ പറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 2021 എനിക്ക് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിച്ച 10 നല്ല രുചികളാണ്. താങ്ക് യു. അപ്പോൾ ഏറ്റവും 10 എന്ന നമ്പറെ നമുക്ക് തുടങ്ങാം അല്ലേ. 10ാമത്തെ നമ്പറിൽ വരുന്നത് നമ്മുടെ കോഴിക്കോടുള്ള കാർത്തിയാനി അമ്മയുടെ മെസ്സാണ്. കാർത്തിക മെസ്. ഇവിടെ കാർത്തിയാനി അമ്മയ്ക്ക് 90 വയസ്സുണ്ട്. അമ്മയും അമ്മയുടെ പെൺമക്കളും കൂടി നടത്തുന്ന ഒരു ചെറിയ മെസ്സ്. നാടൻ രുചികളാണ് അവിടെ കിട്ടുക. നല്ല നാടൻ ഊണും അതിൻ്റെ കൂടെ തന്നെ കടൽ രുചികളും, വറുത്ത ചെമ്മീന്, വറുത്ത മീനുകൾ, അതെല്ലാം ആസ്വദിച്ച് നമ്മൾ കോഴിക്കോട് നിന്ന് ഒരു നല്ല രുചി ആസ്വദിച്ചിരുന്നു. ഈ അടുത്തിടയ്ക്കാണ്, അധികം നാളായില്ല ആ വീഡിയോ ചെയ്തിട്ട്. ആ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നതെന്ന് വെച്ചാൽ ഈ അമ്മയും മക്കളും 90 വയസ്സായിട്ടും അവർ ചുമ്മാ ഇരിക്കുന്നില്ല. അവർ കാര്യങ്ങൾ വിളമ്പുകയും അതേപോലെ തന്നെ അവിടുത്തെ രുചിയും നല്ല രുചി തന്നെയായിരുന്നു കേട്ടോ. ആ മീൻ വറയുടെ ചെമ്മീൻ ഫ്രൈ സ്പെഷ്യലായിട്ട് എനിക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ തന്നെ ആ നാടൻ ഊണിൻ്റെ കൂടെ അതൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു രുചിയായിരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, എനിക്ക് ബീഫിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് ഞാൻ അധികം ബീഫ് പ്രോഡക്ട്സ് കഴിക്കാറില്ല. എന്നാലും ഈ 2021 നല്ല 2 ബീഫ് രുചികൾ ആസ്വദിച്ചു. ഒന്ന് തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ ബീഫും പൊറോട്ടയാണ്. അത് അതിരാവിലെ 5 മണിക്കാണ് സാധാരണഗതിയിൽ തുടങ്ങുന്നത്. ഇപ്പോഴാണെങ്കിലും കൊറോണയുടെ സമയത്താണെങ്കിലും ഞങ്ങൾ അവിടെ ചെന്നപ്പം 7-8 മണിയായെന്ന് തോന്നുന്നു. എക്സാക്ട് ടൈം ഓർക്കുന്നില്ല. എന്നാലും ആ സമയത്തും നല്ല തിരക്ക്. ആൾക്കാർ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ്. കുറേ പേര് അത് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുവന്നു. അതിരാവിലെ തന്നെ ഇവർ പാചകം തുടങ്ങും. ബീഫിൻ്റെ പാചകം വലിയൊരു ഉരുളിയിൽ അവർ ബീഫ് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കൂടെ പൊറോട്ടയുണ്ട്. ചെറിയ പൊറോട്ടയാണ്. ആ ചെറിയ പൊറോട്ട, ചൂട് പൊറോട്ട, അതിൻ്റെ കൂടെ ആ ബീഫ് കറിയും കൂടെ ഒഴിച്ചിങ്ങ് വരും. ആ ബീഫിന് ഇച്ചിരി എരിവുള്ള ബീഫാണ് കേട്ടോ. വിഷ്ണു ഇരുന്ന് വിയർത്ത് പോയി ആ ബീഫ് കഴിച്ചിട്ട്. ഏതായാലും ആ ബീഫും ആ പൊറോട്ടയും കൂടെ നല്ല രുചിയായിരുന്നു. അതേപോലെ തന്നെ ഈ 9ാമത്തെ പൊസിഷനിൽ വരുന്ന മറ്റൊരു രുചിയാണ് അമ്പലപ്പുഴയിൽ വഹാബ് ഖാൻ്റെ പൊറോട്ടയും ബീഫും. ആ വഹാബ് ഖാൻ്റെ കടയിലും പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ട് 4 പൊറോട്ടയും ബീഫും കിട്ടും 50 രൂപയ്ക്ക്. അത് കഴിക്കാനായിട്ടും ഒത്തിരി ആൾക്കാർ അവിടെ ചെല്ലുന്നതാണ്. ഒത്തിരി സന്തോഷം കിട്ടുന്ന നല്ല ബീഫിൻ്റെ പഴയകാല ഹോട്ടലിലെ ബീഫിൻ്റെ രുചിയായിരുന്നു. ബീഫ് കറിയുടെയും ബീഫ് ആ മസാലയുടെയും രുചിയായിരുന്നു നമുക്ക് വഹാബ് ഖാൻ്റെ ആ കടയിൽ കിട്ടുക. അതും ഈ അമ്പലപ്പുഴ ആ കടൽ തീരത്തിനോട് അടുത്ത് തന്നെയാണ്. കടലിൽ പോകുന്നവരൊക്കെ അവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം അതും നല്ലൊരു രുചിയായിരുന്നു. 9ാമത്തെ പൊസിഷനിൽ ഇത് രണ്ടും വരും, ഗുഡ് മോർണിംഗും വഹാബ് ഖാൻ. അങ്ങനെ കടൽ രുചിയായി, അതേപോലെ തന്നെ ബീഫിൻ്റെ രുചിയായി. ഇനിയിപ്പം 8ാമത്തെ നമ്പറിലേക്ക് നമുക്ക് നാടൻ നല്ല വെജിറ്റേറിയൻ സദ്യ ആയാലോ. നമ്മുടെ പഴയടം നമ്പൂരി അല്ലെന്നുണ്ടെങ്കിൽ പഴയടം മോഹനേട്ടൻ്റെ വെജിറ്റേറിയൻ സദ്യയാണ്. അത് അദ്ദേഹം തുടങ്ങിയ പഴയടം രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ തിരുവല്ല അടുത്ത് ഇടിഞ്ഞില്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി കഴിച്ചു. നല്ല രുചിയാണ് കേട്ടോ. നല്ല ആ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ നേരത്ത് പക്ക അവിയലിൻ്റെ ആ ടേസ്റ്റും അത് പക്ക നാടൻ ആ രുചി എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനസ്സിനെ കവരുന്ന ഒരു രുചിയാണ്. ഏറ്റവും അവസാനം മോഹനേട്ടൻ്റെ ആ റെസിപ്പിയിലുള്ള പായസവും നല്ല പായസങ്ങളും അതൊക്കെ ആയിട്ട് പഴയടം രുചിയിലെ നാടൻ സദ്യയാണ് ഞാൻ 2021 കഴിച്ച വെജിറ്റേറിയൻ സദ്യകളിൽ ഏറ്റവും എൻ്റെ മനസ്സിനെ കീഴടക്കിയ സദ്യ എന്ന് പറയാൻ. അങ്ങനെ പഴയടം രുചിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് 7ാമത്തെ നമ്പറിലേക്ക് വരുന്നത് നമ്മുടെ കൊൽക്കത്തയിൽ പോയ യാത്രയിലെ ഒരു രുചിയാണ്. കൊൽക്കത്തയിൽ പോയി ഇഷ്ടംപോലെ രുചികൾ ആസ്വദിച്ചു കേട്ടോ. കടലിൽ പോകാൻ പറ്റി, അതുപോലെ തന്നെ ട്രൈബൽ വില്ലേജിൽ പോയി, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഏതായാലും അവിടെ സ്വദിൻ ഭാരത് ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചായക്കട ചെറിയൊരു ഊണുകട. അതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പണ്ട് മുതലേ കഴിക്കാൻ പറ്റുന്ന, അധികം കാശ് മുടക്കാതെ കഴിക്കാൻ പറ്റുന്ന രുചികളെന്നാണ് പറഞ്ഞത്. അതിൽ ഇച്ചിരി എണ്ണമയം കൂടുതലുണ്ട്, പക്ഷേ രുചി ഭയങ്കര രുചിയാണ്. അപ്പം കൊൽക്കത്തയിലെ നാടൻ രുചികളെന്ന് പറയാനായിട്ട് നല്ലൊരു ഊണ് സ്വദിൻ ഭാരത് ഹിന്ദു ഹോട്ടലിൽ, അതും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം പോയി കഴിക്കാൻ പറ്റി. നല്ലൊരു രുചിയായിരുന്നു.
7-ൽ നിന്ന് നമ്മൾ 6-ലേക്ക് വരുമ്പോൾ നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് നേരെ കർണാടകത്തിലേക്ക് വരാം. കർണാടകത്തിൽ വന്ന് 2 ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 ബിരിയാണികളുണ്ട്. കഴിഞ്ഞ വർഷം കഴിച്ചതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം തന്ന 2 ബിരിയാണികളാണ്. ഒന്ന്, അതിരാവിലെ ഞങ്ങൾ പോയി ബാംഗ്ലൂരിൽ കഴിച്ചൊരു ബിരിയാണിയാണ്. 4 മണിയാകുമ്പം അവിടെ ബിരിയാണി റെഡിയായി തുടങ്ങും. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 4 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ചെന്നു. പക്ഷേ 5 മണിയായപ്പോഴാണ് ബിരിയാണി വിളമ്പി തുടങ്ങിയത്. നല്ല തിരക്ക്, നമ്മുടെ ബിവറേജസിൽ നിൽക്കുന്ന പോലെ ആൾക്കാർ തിരക്ക് കൂടി നിൽക്കുകയാണ്, ലൈനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം വന്നിരിക്കുന്നത് ആ ബിരിയാണി കഴിക്കാൻ. മട്ടൻ ബിരിയാണിയാണ് നല്ല വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥലം. അവിടുന്ന് മട്ടൻ ബിരിയാണി, അതിൻ്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടുന്ന് മട്ടൻ ബിരിയാണി കഴിച്ചു. അത് ഏകദേശം ഒരു 9 മണിയാകുമ്പം 8,000-9,000 ബിരിയാണി അവിടെ കച്ചവടം തീരുമെന്ന് പറഞ്ഞു. 5 മണി, രാവിലെ 5 മണി മുതൽ 9 മണി വരെ ഉള്ളൂ കച്ചവടം. മാക്സിമം പോയ 9:30 വരെ. അതാണ് അവർ പറഞ്ഞത്. അത് കൂടാതെ കർണാടകയിൽ തന്നെയുള്ള മറ്റൊരു ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ പാചകം കണ്ടാൽ, അതിൻ്റെയൊക്കെ രുചി കണ്ടാൽ ഏകദേശം പുലാവ് പോലെയാണെന്ന് പറയാം. പക്ഷേ ബിരിയാണികൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം അവർ പറയുന്നത് ബിരിയാണി തന്നെയാണ്, ചിലർ പുലാവ് എന്ന് പറയാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ പറയും. ഇത് മൈസൂരിലെ കാര്യമാണ് ഞാൻ രണ്ടാമത് ഇതേ പൊസിഷനിൽ പറഞ്ഞത്. കർണാടക ബിരിയാണിയെക്കുറിച്ച് പറയുമ്പോൾ മൈസൂരിൽ ഹനുമന്ത് ബിരിയാണി, അവിടെയും ബിരിയാണി അവിടെ തന്നെയാണ്. ആടിനെ വെട്ടി അവിടെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചയും. ആ ഹനുമന്ത് ബിരിയാണിയിലാണെങ്കിലും തിരക്ക്, മട്ടൻ വിഭവങ്ങളും അതേപോലെ തന്നെ ബിരിയാണി കഴിക്കാനായിട്ടുള്ള തിരക്ക് ഭയങ്കരമാണ്, നല്ല തിരക്കാണ്. അവിടെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടു, അതേപോലെ തന്നെ ബിരിയാണി ആസ്വദിക്കുകയും ചെയ്തു. നമ്മൾ 6-ൽ നിന്ന് 5-ലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ ട്രൈബൽ രുചികൾ, അതുപോലെ തന്നെ വില്ലേജ് രുചികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷം 2021 നമ്മൾ 3 ട്രൈബൽ രുചികളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള, നമ്മുടെ കേരളത്തിലുള്ള ഇടുക്കിയിലുള്ള ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ പോയി അവിടുത്തെ മൂപ്പൻ പാചകം ചെയ്തു തന്ന കോഴിക്കറിയൊക്കെ ആസ്വദിച്ചു, അതുപോലെ കിഴങ്ങുകളൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂർഗിൽ പോയി സുബ്ബു പരിചയപ്പെടുത്തിയ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ പോയി. ആ കാട്ടിനകത്താണ് കേട്ടോ, ഏകദേശം 4-5 കിലോമീറ്ററോളം കാട്ടിനകത്തൂടെ നമ്മൾ ചെന്ന് അവിടെ ആ 3 കുടിലേ ഉള്ളൂ. അതിലൊരു കുടിലിൽ രുചികൾ ആസ്വദിക്കുകയായിരുന്നു. ആ രുചികൾ എന്ന് പറയുന്നത് ഞണ്ടിനെയൊക്കെ ഈ കാട്ടിനകത്തൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് തന്നെ ഞണ്ടിനെയൊക്കെ പെറുക്കി പിടിച്ച് അതിനെ കറി വെച്ച് അതും മറ്റു രുചികളും ഒക്കെ ആയിട്ട് ആസ്വദിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കൊൽക്കത്ത യാത്ര പോയപ്പോഴത്തേന് കൊൽക്കത്ത കഴിഞ്ഞ് ശാന്തിനികേതൻ വരെ ചെന്നു. ശാന്തിനികേതനിൽ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ ചെന്ന് കാട്ടുപന്നിയെ പിടിച്ച് കാട്ടുപന്നിയുടെ പാചകവും അവരുടെ രീതിയിലുള്ള രുചികളും ആസ്വദിച്ചു. ഇതൊന്നും തന്നെ കൊമേഴ്ഷ്യലല്ല. ഇതെല്ലാം തന്നെ നാടൻ രുചികളല്ലെന്നുണ്ടെങ്കിൽ ട്രൈബൽ രുചികളാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും പോയി കഴിക്കാൻ പറ്റുമോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നേരത്തെ തന്നെ പെർമിഷൻ എടുക്കണം. പെർമിഷനൊക്കെ എടുത്തതിന് ശേഷം പരിചയക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല തന്നെ. ഇനിയിപ്പം നമ്മുടെ അഞ്ചാമത്തെ രുചി എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ന്യൂ ബദരിയ ഹോട്ടലിൽ പോയി കഴിച്ചതാണ്. അഫ്സലാണ് നമ്മളെ അത് പരിചയപ്പെടുത്തിയത്. അവിടെ മട്ടൺ ചാപ്സും കുട്ടൻ ചാപ്സും, മൂസാഖാൻ്റെ ന്യൂ ബദരിയ ഹോട്ടൽ. അവിടെ മട്ടൺ ചാപ്സ് ഉണ്ട്. മട്ടൺ ചാപ്സ് എന്ന് പറയുന്നത് മട്ടൻ്റെ കഷ്ണങ്ങൾ ഇച്ചിരി വലുപ്പമുള്ളതാണ്. കുട്ടൻ എന്ന് പറയുന്നത് മുരിക്കിടാവിൻ്റെ കഷ്ണങ്ങളും ഇച്ചിരി വലുപ്പമുള്ളതാണ്. പക്ഷേ അതിൻ്റെ രുചി നല്ല നാടൻ രുചി തന്നെയാണ്. അതും പൊറോട്ടയോ പുട്ടോ അപ്പമോ ഒക്കെയുണ്ട്. അപ്പോൾ ആ രുചികൾ മൂസാക്ക തന്നെയാണ് അവിടെ വിളമ്പാൻ നിൽക്കുന്നതും. പാചകത്തിൻ്റെ ഭാഗത്തും അദ്ദേഹം കയറും. അതേപോലെ തന്നെ ചായ ഉണ്ടാക്കാനും അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനോട് വർത്താനം പറയാനും ഒരു രസമായിരുന്നു. ആ രുചിയും നല്ലതായിരുന്നു, അടിപൊളി. അങ്ങനെ മട്ടനും കുട്ടനും ബിരിയാണിയും സദ്യയും എല്ലാം ആയി. ഇനിയിപ്പം 4-ാമത്തെ നമ്പറിൽ വരുന്നത് എനിക്ക് എൻ്റെ മനസ്സിനോട് ഒത്തിരി അടുപ്പമുള്ള, 4-3 അത് തന്നെയാണ് എൻ്റെ മനസ്സിനോട് ഒത്തിരി അടുപ്പമുള്ള രുചിയാണ് പഴങ്കഞ്ഞിയാണ്. 3 നേരവും പഴങ്കഞ്ഞിയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് അത് കഴിക്കും. അപ്പോൾ 4-ാമത്തേതെന്ന് പറയുന്നത് ഉപ്പും മുളകും എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. കൊല്ലം ആണ് സ്ഥലം. അവിടെ ഞങ്ങൾ രാവിലെ തന്നെ പോയി കഴിച്ച പഴങ്കഞ്ഞിയുടെ കൂടെ കപ്പയുണ്ട്, രസമുണ്ട്, അതുപോലെ തന്നെ മോരുണ്ട്, തൈരുണ്ട്. തൈരാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. തൈരുണ്ട്. അതേപോലെ തന്നെ മീൻ വിഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ മീൻ കഷ്ണങ്ങളും മുഴുവൻ കഷ്ണങ്ങളും ഒക്കെ ആയിട്ടുള്ള മീൻ വിഭവങ്ങൾ, വറുത്തതും കറി പീരയും ഒക്കെയുണ്ട്. അതുകൂടാതെ ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം നമ്മൾ സാധാരണ പഴങ്കഞ്ഞി എന്ന് പറയാം, പഴങ്കഞ്ഞിയാണ്. അങ്ങനെയല്ല, പഴങ്കഞ്ഞിയാണ്. അങ്ങനെ പറയാവുന്ന ഒരു രുചിയായിരുന്നു കൊല്ലത്തെ ഉപ്പും മുളകും. ഇനിയിപ്പം 4 കഴിഞ്ഞ് 3-ലേക്ക് വരുമ്പോഴും പഴങ്കഞ്ഞി തന്നെയാണ്. അത് കൊല്ലത്തല്ല, ഇത് കാസർഗോഡാണ്. കാസർഗോഡ്
കഞ്ഞിക്കുടിൽ എന്ന് പറയാം. കഞ്ഞിഹട്ട് എന്ന് പറയുമ്പോൾ കഞ്ഞിക്കുടിലിൽ ചൂടുകഞ്ഞിയുണ്ട്, പഴങ്കഞ്ഞിയുണ്ട്. അവിടെ ചൂടുകഞ്ഞിക്കും പഴങ്കഞ്ഞിക്കും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ മത്സ്യവിഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. സീ ഫുഡ്. സീ ആവണമെന്നില്ല, കായലിൽ വേണമെങ്കിലും ആവാം. എന്തായാലും ജനറിക്കായിട്ട് നമുക്കിങ്ങനെ പറയാം, സീ ഫുഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് വലിയ മീനുകളെയൊക്കെ പൊരിച്ച്, കാളാഞ്ചി ആണേലും മറ്റ് മീനുകളാണേലും ഒക്കെ പൊരിച്ച് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് തരും, മുഴുവനായിട്ട് തന്നെ. അധികം എണ്ണയിൽ ഇറക്കി പൊരിക്കുകയല്ല കേട്ടോ, തവയിൽ പൊരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആ മസാലയുടെ രുചിക്ക് ഒരു പ്രത്യേക ആസ്വാദന ശൈലിയായിരുന്നു. അവിടെ പോയത് നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ സാബിഭായിയായിട്ടാണ്. സാബിഭായി നേരത്തെ അവിടെ പോയിട്ടുള്ളതാണ്. അദ്ദേഹമാണ് ഈ സ്ഥലം പരിചയപ്പെട്ടത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ 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 അച്ചാറുകൾ, അതുപോലെ തന്നെ ചമ്മന്തി, അതെല്ലാം തരുന്നതാണ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, പഴങ്കഞ്ഞിയാണെങ്കിലും ചൂടുകഞ്ഞിയാണെങ്കിലും നമുക്ക് അവിടെ കഴിക്കാൻ തോന്നിപ്പോകും. അതായിരുന്നു മൂന്നാമത്തെ നമ്പർ. ഇനിയിപ്പോൾ 2021 കഴിച്ച മറ്റൊരു നല്ല രുചിയാണ് രണ്ടാമത്തെ നമ്പറിൽ പോകുന്ന ഏറ്റവും നല്ല രുചികളിൽ വരാവുന്ന ഒരു രുചിയാണ് തിരുവനന്തപുരത്ത് റാജീല ഹോട്ടലിലെ മട്ടൻ വിഭവങ്ങൾ. മട്ടൻ തല മുതൽ മട്ടൻ്റെ എല്ലാ പാർട്സും അവർ ഏകദേശം ഒരു രുചിയായിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. കുറേ മട്ടൻ വിഭവങ്ങളും അപ്പവും പുട്ടും ഒക്കെ ആയിട്ടാണ് നമ്മളത് അന്ന് കഴിച്ചത്. മട്ടൻ വിഭവങ്ങളിൽ മട്ടൻ പെരട്ടുണ്ടാക്കുന്നതും മട്ടൻ മസാല ഉണ്ടാക്കുന്നതും കാഴ്ചകൾ നമ്മൾ അവിടെ പോയി കണ്ടിരുന്നു. നല്ല രസമായിരുന്നു. ഉണ്ടാക്കുന്ന കാഴ്ച കാണാനും നല്ല രസമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം രുചികളും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന നല്ല രുചികളായിരുന്നു. മട്ടൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ച മട്ടൻ രുചികളുടെ ആ വൈവിധ്യത്തിലും ആ രുചികളിലും റാജീല തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് എൻ്റെ പ്രിഫറൻസാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എല്ലാവർക്കും അവരവരുടെ പ്രിഫറൻസുകളുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 രുചികൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. തിരുവനന്തപുരത്തെ എന്നല്ല, എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും കോഴിക്കോടിൻ്റെ ഒക്കെ ചെയ്തപ്പം ആൾക്കാർ പറഞ്ഞു, ഇന്ന സ്ഥലത്തെ വീഡിയോ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് ശരിയായ ലിസ്റ്റല്ല. എൻ്റെ ലിസ്റ്റിനകത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ സമ്മതിക്കും. ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ തമ്മിലുള്ള തർക്കങ്ങൾ കൂടുന്നത്, നമ്മുടെ നാട്ടിലെ ആൾക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ കൂടുന്നത്. ഒരാളുടെ അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്ന് കണ്ടെങ്കിൽ മനസ്സ് അങ്ങ് കണ്ണടക്കി, അത്രേ ഉള്ളൂ. അത് ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം, അത് നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറയാം. അത് എൻ്റെ അഭിപ്രായം ആവണം എന്ന് നിർബന്ധിക്കരുത് കേട്ടോ, പ്ലീസ്. അപ്പോൾ ഇത്രയും 2 വരെയായി. ഇനി ഒന്നാമത്തെ രുചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചി എന്ന് പറയുന്നത് ഒരു രുചിയല്ല, 3 രുചികളാണ്. അത് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനായ മാർട്ടിൻ, മാംഗ്ലൂരിൽ സെറ്റിലായിരിക്കുന്ന മാർട്ടിൻ പരിചയപ്പെടുത്തി തന്ന 3 രുചികളാണ്. അത് 3 റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മുടെ മംഗലാപുരത്തുള്ള 3 സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒന്ന് നാരായണാസ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. അവിടെ കിങ് ഫിഷ് ഒക്കെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ ആ മസാലപ്പൊടികളൊക്കെ വിതറി വരുന്ന ഒരു സാധനമാണ് നാരായണാസിലെ കിങ് ഫിഷ് ഫ്രൈ. അതുകൂടാതെ തന്നെ മച്ചിലീസിൽ വന്ന് നമ്മൾ ക്രാബ് ഗീ ഫ്രൈ കഴിച്ചു. ക്രാബ് മീറ്റിൻ്റെ ഗീ ഫ്രൈ, അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു രുചി തന്നെയായിരുന്നു. ഇതൊന്നും കൂടാതെ മാംഗ്ലൂരിൽ ഗിരിമഞ്ചാസ് ആണ് ഞങ്ങൾ ഏറ്റവും ആദ്യം മാംഗ്ലൂരിൽ പോയപ്പോൾ കഴിച്ചത്. അവിടുന്ന് കൊക്കും എന്ന് പറഞ്ഞൊരു പാനീയമൊക്കെ കുടിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങി. കൊക്കും എന്ന് പറയുന്നത് നമ്മുടെ രസം പോലെ തന്നെയൊക്കെയാണ്, പക്ഷേ രസമല്ല കേട്ടോ, അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചുരപ്പുളിയോ എന്തൊരു വ്യത്യാസമൊക്കെയാണ്. ഏതായാലും അത് കുടിച്ചു. അതിനുശേഷം അവരുടെ നാടൻ ഊണ് കഴിച്ചു. ആ കൂടെ തന്നെ മീൻ വിഭവങ്ങളൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. അപ്പോൾ ഈ രുചികളൊക്കെയാണ് 2021 എനിക്ക് ഏറ്റവും സന്തോഷം തന്ന രുചികൾ. ഇനി 2022 കുറച്ച് നല്ല യാത്രകൾ, അതേപോലെ തന്നെ വ്യത്യസ്തമായ കുറച്ച് രുചികൾ, ഇതെല്ലാം പരിചയപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ട്. കോവിഡിൻ്റെ സിറ്റുവേഷൻ എല്ലാം മാറുമെന്ന് പ്രതീക്ഷയോടും പ്രത്യാശയോടും നമുക്ക് 2022 കിടക്കാം അല്ലേ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, കൂടെ ഉണ്ടാവുക, നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുത്. തൽക്കാലത്തേക്കിന് ബൈ, ഹാപ്പി ന്യൂ ഇയർ.